നമസ്കാരം. കേരളത്തിലെ ഉദ്ഘാടനങ്ങളുടെ ബ്രാൻഡ് അംബാസഡർ എന്നാണ് ഇന്ന് ഹണി റോസ് അറിയപ്പെടുന്നത്. വളരെ അധികം ആസ്വദിച്ചാണ് ഞാനത് ചെയ്യുന്നത് എന്ന് അഭിമാനത്തോടെ ഹണി റോസ് പറയുന്നു. അതുമായി ബന്ധപ്പെട്ട് വരുന്ന ട്രോളുകൾ എല്ലാം തന്നെ ഹണി റോസ് ആസ്വദിക്കാറുമുണ്ട്. നെഗറ്റീവ് കമന്റുകൾ വായിക്കാറേ ഇല്ല എന്നും ഹണി റോസ് പറയുന്നു. നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്ന അത്തരം നെഗറ്റീവ് കമന്റുകൾ തലയിലെടുത്ത് വെറുതെ ജീവിതത്തിലെ സമാധാനം നശിപ്പിക്കുന്നത് എന്തിനാണ് എന്നാണ് ഹണി റോസ് ചോദിക്കുന്നത്. ഹണി റോസിനെ സംബന്ധിച്ച് സമാധാനമാണ് ഏറ്റവും പ്രധാനമെന്നും ഹണി റോസ് പറയുന്നു. ഫ്ലവേഴ്സ് 1 കോടി വിത്ത് കോമഡി എന്ന ഷോയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ഹണി റോസ്. ഉദ്ഘാടനത്തിന് ധരിക്കുന്ന വസ്ത്രങ്ങളെക്കുറിച്ചും വെളുക്കാൻ എന്തെങ്കിലും ഇഞ്ചക്ഷൻ ചെയ്തോ എന്ന കാര്യങ്ങളും ശ്രീകണ്ഠൻ നായർ ചോദിക്കുന്നുണ്ട്. ഉദ്ഘാടനത്തിന് ധരിക്കുന്ന വസ്ത്രം ചിലതൊക്കെ നമ്മുടെ താല്പര്യമാണ്, മറ്റു ചിലത് എന്ത് ധരിക്കണം എന്ന് വിളിക്കുന്നവർ പറയാറുണ്ട് എന്നും, വസ്ത്ര വ്യാപാരത്തിന്റെ ഷോപ്പാണ് ഉദ്ഘാടനം ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ അവർ നമുക്കുള്ള വസ്ത്രം എത്തിക്കും, അത് ധരിച്ചാണ് പോകുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോൾ അത്രയും ആളുകൾ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നതും അവരുമായി നമുക്ക് നേരിട്ട് സംവദിക്കാൻ കഴിയുന്നതും ഒക്കെ വളരെ അധികം സന്തോഷം തരുന്ന കാര്യമാണ് എന്ന് ഹണി റോസ് പറയുന്നു. ഒരേ സ്ഥലത്ത് 1-2 ആഴ്ചയുടെ വ്യത്യാസത്തിൽ പല ഷോപ്പുകളുടെ ഉദ്ഘാടനത്തിനും ചെയ്യാൻ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ലഭിക്കുന്ന സ്നേഹത്തിനും ആൾക്കൂട്ടത്തിനും ഒരു കുറവും ഉണ്ടാകാറില്ല. അതൊരു പ്രത്യേക സന്തോഷവും അഭിമാനവുമാണെന്ന് ഹണി റോസ് പറഞ്ഞു. തെലുങ്ക് സിനിമകളിൽ സജീവമായതിനു ശേഷം ഹൈദരാബാദിലും ഒരുപാട് ഷോപ്പുകൾ ഉദ്ഘാടനം ചെയ്യാനായി പോയിട്ടുണ്ട്. ഇവിടെ കിട്ടുന്നതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായ സ്വീകരണമാണ് അവിടെ കിട്ടുന്നത്. പോലീസുകാരൊക്കെയാണ് സെക്യൂരിറ്റികളായി നിൽക്കുന്നത്. എത്രയൊക്കെ തിരക്കുണ്ടെങ്കിലും ആളുകൾ വന്നു ചേരും. സിനിമാ താരങ്ങളെ അവർ കാണുന്ന രീതി തന്നെ വേറെയാണ്. ആ സ്നേഹം അനുഭവിച്ചു തന്നെ അറിയണമെന്ന് ഹണി പറയുന്നു. ഇന്ന് ആൺപെൺ വ്യത്യാസമില്ലാതെ വെളുക്കാനായി പലരും പലതും ചെയ്യുന്ന കാര്യമാണ്. പലതരത്തിലുള്ള ഇഞ്ചക്ഷനുകളും അതിനായി ഉണ്ട്. ഇത്തരത്തിൽ എന്തെങ്കിലും ഇഞ്ചക്ഷനോ പൊടി കൈകളോ ഹണി റോസ് ചെയ്തിട്ടുണ്ടോ എന്നായിരുന്നു ശ്രീകണ്ഠൻ നായരുടെ ഒരു ചോദ്യം. തീർച്ചയായും മുഖത്ത് ചില മിനുക്ക് പണികളൊക്കെ ചെയ്യുന്ന ആൾ തന്നെയാണ് ഞാൻ. പക്ഷെ ഈ പറയുന്നത് പോലുള്ളതൊന്നുമല്ല. ഒരുപാട് ചെലവുകൾ വരുന്ന ട്രീറ്റ്മെന്റ്സ് ഒന്നും ചെയ്തിട്ടില്ല. നമ്മുടെ സ്കിൻ കെയറിന്റെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള ട്രീറ്റ്മെന്റുകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോൾ അത് അത്യാവശ്യമാണ് എന്ന് ഹണി റോസ് പറയുന്നു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.